ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ഉലൂമുദ്ദീൻ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 5ാമത്തെ പാഠം അദ്ദർസ് ഹാമിസ് അൽ ഇമാമുൽ ആളം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. കൂഫയിൽ ഒരാട് കളവ് പോയതായി വാർത്ത പരന്നു. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്താനായില്ല. വിവരം മഹാനായ ആ പണ്ഡിതൻ്റെ കാതിലുമെത്തി. ആട് ശരാശരി എത്ര കാലം ജീവിക്കുമെന്നായി അദ്ദേഹത്തിൻ്റെ അന്വേഷണം. പ്രസ്തുത ആടിൻ്റെ ആയുഷ്കാലം താൻ ആട്ടിറച്ചി ഭക്ഷിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. 7 കൊല്ലം പിന്നീട് അദ്ദേഹം ആട്ടിറച്ചി തിന്നില്ല. കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. കൂഫയിലെ ഒരാട് കളവ് പോയി. ആടിനെ കണ്ടെത്താനായില്ല. ഒരാട് എത്ര കാലം ജീവിക്കുമെന്ന് അന്വേഷിച്ചു. അത്രയും കാലം താൻ ആട്ടിറച്ചി ഭക്ഷിക്കില്ല എന്ന തീരുമാനത്തിലെത്തി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ 7 കൊല്ലം പിന്നീട് അദ്ദേഹം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം എന്തായിരുന്നു? കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആട്ടിറച്ചി കഴിച്ചില്ല. എത്ര വർഷം, എത്ര കൊല്ലം? 7 കൊല്ലം. എന്തായിരുന്നു അതിന് കാരണം? കളവ് പോയ ആടിൻ്റെ മാംസം വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എവിടെയാണ് കളവ് പോയത്? ആട് കൂഫയിലാണ്, കൂഫയിൽ. അപ്പോൾ നമുക്ക് ബാക്കി പാഠത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു പാഠഭാഗം തന്നെയാണത്. അപ്പോൾ അതൊരു അപ്ഡേഷൻ വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ 6ാം ക്ലാസ്സിൽ വന്നതാണ്. 5ാം ക്ലാസ്സിൽ സാധാ മദ്രസയിൽ പഠിച്ചവർക്ക് കേട്ടോ. കഴിഞ്ഞ വർഷം സ്കൂൾ മദ്രസയിൽ പഠിച്ചവർക്ക് അത് ഉണ്ടാവില്ല. ഓക്കെ, എന്താണ്? ആ സാത്വികനായ പണ്ഡിത പ്രതിഭ ആരായിരുന്നു? ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിൻ്റെ ഇമാമ്. ആ 7 കൊല്ലം ആട്ടിറച്ചി കഴിക്കാത്ത മഹാൻ ആരായിരുന്നു? അൽ ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിൻ്റെ ഇമാമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് ഹനഫി മദ്ഹബ്. മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണ്? വിശുദ്ധ ഖുർആനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം നൽകി. താബികൾ താബിയുകൾക്കും താബിയുകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവൻ ക്രോഡീകരിച്ചു ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. മദ്ഹബിൻ്റെ ഇമാമുകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം നൽകി. സഹാബികൾ താബിയുകൾക്കും താബിയുകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവനും ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ. ആരാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ? അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ളത് ഹനഫി മദ്ഹബിലാണ്. മധ്യേഷ്യയിലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ,
പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിലെല്ലാം ഹനഫി മദ്ഹബിന് നല്ല വേരോട്ടമുണ്ട്. ഹനഫി മദ്ഹബ് നല്ല വേരോട്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മധ്യേഷ്യയിലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ. അപ്പോൾ രാജ്യങ്ങളെ പേര് പഠിക്കുക. ഹനഫി മദ്ഹബിനും നല്ല വേരോട്ടമുള്ള 2 സ്ഥലങ്ങൾ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ലോകാടിസ്ഥാനത്തിൽ ഹനഫി മദ്ഹബിലാണ്. വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം നൊഅ്മാൻ എന്നാണ്. യഥാർത്ഥ നാമം നൊഅ്മാൻ എന്നാണ്. യഥാർത്ഥ നാമം എന്ത് ചോദ്യം വരാറുണ്ട്. നൊഅ്മാൻ എന്നാണ്. ഹിജ്റ വർഷം 80 കൂഫയിൽ ജനിച്ചു. ഹിജ്റ വർഷം 80 കൂഫയിൽ ജനിച്ചു. പേർഷ്യൻ വംശജനായ പിതാവ് സാബിത്ത് വസ്ത്രവ്യാപാരിയായിരുന്നു. പേർഷ്യൻ വംശജനായിരുന്നു പിതാവ്. സാബിത്ത്, പേര് സാബിത്ത്. ഹിജ്റ വർഷം 80 കൂഫയിലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. എങ്ങനെയാണ് ചോദ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടതിനാൽ അദ്ദേഹം കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പിന്നീട് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം വിജ്ഞാന സമ്പാദനത്തിൽ മുഴുകി. 4000-ൽ പരം ഉസ്താദുമാരിൽ നിന്ന് അറിവ് നുകർന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകി. 20-ലധികം സഹാബികളെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 4000-ൽ പരം ഉസ്താദുമാരിൽ നിന്ന് അറിവ് നുകർന്നിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകി. 20-ലധികം സഹാബികളെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചോദ്യം വരാറുണ്ട്. 20-ലധികം സഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ചു ആർക്കാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനാണ്. എത്ര ഉസ്താദുമാരിൽ നിന്നാണ് അറിവ് നുകർന്നത്? 4000-ൽ പരം ഉസ്താദുമാരിൽ നിന്ന് അറിവ് നുകർന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകിയിട്ടുണ്ട്. മനസ്സിലാക്കാം. ഇമാമിൻ്റെ ബുദ്ധിവൈഭവവും പാണ്ഡിത്യവും എല്ലാവരും അംഗീകരിച്ചു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും വാഗ്മിയും വലിയ ഭക്തനുമായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എങ്ങനെയുള്ളവരായിരുന്നു? അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും വാഗ്മിയും വലിയ ഭക്തനുമായിരുന്നു. ഉസ്താദുമാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉസ്താദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ട്. 7 തെരുവുകളുടെ അകലമുണ്ട്. എങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാൽ നീട്ടാറില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിനെ ബഹുമാനിച്ചതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇമാം അബൂ ഹനീഫ ഉസ്താദിനെ ബഹുമാനിച്ചതിന് ഒരു തെളിവ് എഴുതാന്ന് പറഞ്ഞാൽ, ഉസ്താദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ട്. എങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കൽ പോലും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാൽ നീട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. തവസ്സുലാക്കുക പറഞ്ഞാൽ ഇടയാളാക്കിയിട്ട്, അള്ളാഹുവിൻ്റെയും ഇമാം ഷാഫിൻ്റെയും ഇടയിലുള്ള ഇടയാളാക്കിയിട്ട് ദുആ ചെയ്യാറുണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്.
അപ്പോൾ ഇവിടെയൊക്കെ ചോദ്യം വരാറുണ്ട്, എന്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വല്ല ആവശ്യവും വന്നാൽ എന്താണ് ചെയ്യാറ്? അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ചോദ്യം വന്നാൽ മനസ്സിലാക്കാൻ കഴിയണം. ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ വ്യക്തിത്വവും ആദർശവും കാത്തു സൂക്ഷിച്ചു. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. നിരന്തര പരീക്ഷണങ്ങൾക്കിടയിൽ ഹിജ്റ 150 അദ്ദേഹം വഫാത്തായി. അധികാരികളുടെ ഇംഗിതത്തിന്, അവർ ഇഷ്ടത്തിന് വഴങ്ങാത്തതിൻ്റെ കാരണം അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. നിരന്തര പീഡനങ്ങൾക്കിടയിൽ ഹിജ്റ 150 ഇമാം അബൂ ഹനീഫ വഫാത്തായി. ഹിജ്റ 150 ഇമാം അബൂ ഹനീഫ വഫാത്തായത്. 80 ജനിച്ചു കൂഫയിൽ, ഹിജ്റ 150 വഫാത്തായി. മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ ചോദ്യം വരാറുണ്ട്, എന്താണ്? ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ തൻ്റെ വ്യക്തിത്വവും ആദർശവും കാത്തു സൂക്ഷിച്ചു. ആരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല. അധികാരികളുടെ ഇഷ്ടത്തിനൊന്നും വഴങ്ങാതെ അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ ചോദ്യം ആരാണെന്ന് ചോദിച്ചു വരാറുണ്ട്, മനസ്സിലാക്കുക. ഇനി പാഠത്തിലെ നഖ്റവ് നഫമൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഈ ഭാഗത്ത് വന്ന വേർഡ്സുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ, ഇംഗിതം, ആഗ്രഹം, മനസ്സിലായില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെന്താണ്? അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കട്ടോ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട അപരനാമമാണ് ഇമാമുൽ അഅ്ലം എന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്കിവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു പട്ടിക ഇവിടെ പൂർത്തിയാക്കണം. യഥാർത്ഥ നാമം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? യഥാർത്ഥ നാമം നൊഅ്മാൻ എന്നാണ്. നൊഅ്മാൻ. ജനനം ഹിജ്റ വർഷം ഹിജ്റ 80 ഹിജ്റ 80 ജനിച്ചത്. ജനനം ക്രിസ്താബ്ദം ജനനം 699 ക്രിസ്തു വർഷം 699, മരണം 765. മനസ്സിലാക്കാം. ജനിച്ച സ്ഥലം കൂഫയിലാണ്. ജനിച്ച സ്ഥലം കൂഫ. ഗുരുക്കന്മാർ 4000 പരം ഉസ്താദുമാരിൽ നിന്ന് അറിവ് നുകർന്നു പറഞ്ഞു. അപ്പം 4000 പരം എന്ന് എഴുതാം. 4000. ശിഷ്യന്മാർ 1000. ആയിരക്കണക്കിന് ശിഷ്യന്മാർ. വഫാത്തായ ഹിജ്റ വർഷം ഹിജ്റ 150. ഹിജ്റ 150 വഫാത്ത്. പിതാവ് ആരായിരുന്നു? സാബിത്ത്. പേർഷ്യൻ വംശജനായ സാബിത്താണ് പിതാവ്. മനസ്സിലാക്കാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ ഡേഷ് വർഷങ്ങളിലായിട്ടാണ് അവതരിച്ചത്. എത്ര വർഷമാണ്? 23 വർഷങ്ങളിലായിട്ടാണ് അവതരിച്ചത്. 23. അത് അറബി മലയാളത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. 23 വർഷങ്ങളിലായിട്ടാണ് അവതരിച്ചത്. അടുത്തത്, ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഹനഫി മദ്ഹബിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റില്ലാതെ എഴുതട്ടോ. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഹനഫി മദ്ഹബിലാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഡേഷ് വംശജനായിരുന്നു. ആരായിരുന്നു? പേർഷ്യൻ വംശജനായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡേഷിൽ പരം ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നുകർന്നു. എത്രയായിരുന്നു? 4000 പരം ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നുകർന്നു. അതൊക്കെ നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും അടയാളപ്പെടുത്തി വെക്കാൻ. 4000 പരം, പിന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ, 20ലധികം സഹാബികളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡേഷ് സഹാബികളെ കണ്ടിട്ടുണ്ട്. 20ലധികം സഹാബികളെ കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഡേഷിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു
ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ ഇടയാളാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഇടയിൽ നിർത്തുക. അതായത് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാണ്. അള്ളാഹുവേ എന്താണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ കാവൽ നൽകണേ എന്ന് പറഞ്ഞ ഇടയാളാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതിനാണ് തവസ്സുലാക്കി ദുആ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയാൽ മതി, മനസ്സിലാക്കുക. അടുത്ത നമുക്ക് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല, കാരണം എന്ത്? കാരണം എന്തായിരുന്നു? അപ്പോൾ ഇവിടെ വന്ന ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് എഴുതണം നമുക്കത് കാരണം പറയുകയാണെങ്കിൽ. എന്നാലും ചുരുക്കി എഴുതുകയാണെങ്കിൽ എന്താണ്? കൂഫയിൽ ഒരാട് കളവ് പോയി. ആ കളവ് പോയ ആട് എത്ര വർഷം ജീവിക്കുമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു അദ്ദേഹം 7 കൊല്ലം ആട്ടിറച്ചി കഴിക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതിയാലും മതി. അടുത്ത് എന്താണ് മദ്ഹബുകളെ? എന്താണ്? ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. ഇതാണ് മദ്ഹബുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. ഇതാണ് മദ്ഹബ്. അപ്പോൾ ഇത് ചെറിയൊരു പോയിൻ്റേ ഉള്ളൂ. ശരിക്കും നമുക്ക് മദ്ഹബുകൾ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ് പറയുന്നത്? ഖുർആന്, സുന്നത്ത്, ഇജ്മാ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മതവിധി കണ്ടെത്താൻ കഴിവുള്ള ഇമാമുകൾ ഇജ്തിഹാദ് ചെയ്ത് രേഖപ്പെടുത്തി വെച്ച മതനിയമങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഖുർആന്, സുന്നത്ത്, ഇജ്മാ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മതവിധി കണ്ടെത്താൻ കഴിവുള്ള ഇമാമുകൾ ഇജ്തിഹാദ് ചെയ്ത് രേഖപ്പെടുത്തി വെച്ച മതനിയമങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമുക്ക് പാഠത്തിൽ വന്നത് ഷോർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചെറുത് അത് എഴുതിയാലും ഉത്തരാവും, എന്നാലും വിശദമായിട്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അടുത്തതെന്താണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു കാരണം? ഇവിടെ പാഠത്ത് പറയുന്നുണ്ട്. എന്താണ്? പേർഷ്യൻ വംശജനായ പിതാവ് സാബിത്ത് വസ്ത്രവ്യാപാരിയായിരുന്നു. പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടതിനാൽ അദ്ദേഹം കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം? പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടതിനാലാണ് അദ്ദേഹം കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അത് എഴുതുക. അടുത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു കാരണം? അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ അടക്കപ്പെട്ടു. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. അപ്പോൾ അത് ഇവിടുന്ന് എഴുതാം. ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ വ്യക്തിത്വവും ആദർശവും കാത്തു സൂക്ഷിച്ചു. അധികാരികളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ലോകത്ത് ഹനഫി മദ്ഹബ് കൂടുതലുള്ള രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? മധ്യേഷ്യയിലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ഹനഫി മദ്ഹബ് നല്ല വേരോട്ടമുണ്ട്. ഇനി നമുക്കിവിടെ ഗണ്ണിക എഴുതാനാണ്, പാരഗ്രാഫ് ആക്കിയിട്ട്. എന്താണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ പാഠത്തിൽ മനസ്സിലാക്കിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം നോമാൻ എന്നാണ്. അവിടുന്ന് തുടങ്ങി പാഠത്തിൻ്റെ അവസാനം വരെ നമുക്കത് മനസ്സിലാക്കിയൊരു ഗണ്ണിക എഴുതുന്നത് പോലെ എഴുതി തയ്യാറാക്കാം. അപ്പോൾ അതൊക്കെ എക്സാമിന് ഇതുപോലെ എഴുതാൻ വന്നാൽ ആ ഭാഗമാണ് എഴുതേണ്ടത്, മനസ്സിലാക്കുക. പിന്നെ തഹ്സീസ് വരുന്നുണ്ട്. എന്താണ്? മദ്ഹബ് എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ, മദ്ഹബിനെ കുറിച്ചിട്ട്. 4 മദ്ഹബുകളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം നൽകി. സഹാബികൾ താബിയുകൾക്കും താബിയുകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവനും ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. 4 ഇമാമുകൾ. ഹനഫി മദ്ഹബ് സ്ഥാപകന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മാലിക്കി മദ്ഹബ് സ്ഥാപകൻ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബ് സ്ഥാപകൻ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഹംബലി മദ്ഹബ് സ്ഥാപകൻ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. വിശ്വാസപരമായി 4ൽ ഒരു മദ്ഹബ് പിന്തുടരൽ നമുക്ക് നിർബന്ധമാണ്. 4ൽ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. അപ്പോൾ അങ്ങനെയൊക്കെ മദ്ഹബുകളെ കുറിച്ച് ചേർത്ത് നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കി എഴുതുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരാവുന്ന ചോദ്യങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.